എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വക്രാസനാണ് ചെയ്യാൻ പോകുന്നത്. വക്രാസനം നമ്മളൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വക്രാസനം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇത്തിരി കൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ വക്രാസനത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ട്വിസ്റ്റിംഗ് എക്സസൈസ് പോലെയാണ് വക്രാസനം വരുന്നത്, അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്ത് വരുന്നൊരു പോസ്റ്ററാണ് വക്രാസനം. ഇരുന്നുകൊണ്ടാണ് ചെയ്യണത്. ഇരുന്നുകൊണ്ട് നമ്മളിത് ആർക്കൊക്കെ ചെയ്യാൻ പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗറുകാരുണ്ടെങ്കിൽ ഷുഗറുകാർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആസനമാണത്. പാൻക്രിയാസിൻ്റെ സ്റ്റിമുലേഷൻ കൂടുകയും എന്തുണ്ടാവും, നമ്മുടെ ഇൻസുലിൻ്റെ ഉൽപാദനം കൂടുകയും ചെയ്യാനാണ് നമ്മൾ ഈ വക്രാസനം എന്ന് പറയുന്ന ആസനം ചെയ്യുന്നത്. അപ്പോൾ ഷുഗറുകാർക്ക് വളരെ എഫക്റ്റീവാണ്. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഷുഗറുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ലാസ്റ്റ് ആ ഷോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാലുകൾ നേരെ നിവർത്തി വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് കാലിനെ മടക്കി കുത്തി വെച്ച് മുട്ടിൻ്റെ ഒപ്പം ചേർത്ത് കുത്തി വെച്ചിട്ട് കൈ ശരീരത്തിൻ്റെയും കാലിൻ്റെയും ഇടയിൽ കൂടെ കൈയെടുത്ത് കാൽപ്പത്തിനെ പിടിച്ചുകൊണ്ട് മൊത്തമായിട്ട് തിരിഞ്ഞിരിക്കലായിരുന്നു ആ ഷോർട്സിലുണ്ടായ വക്രാസനം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാന്നാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ പറയുന്നത്. നമ്മള് കാലിനെ മടക്കി കുത്തിവെക്കണം. അപ്പോൾ കാലിനെ മടക്കി കുത്തിവെക്കുമ്പോൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതുവരെ യോഗ ചെയ്യാത്തെന്നുള്ള ഒരാളെന്ന രീതിയിൽ നിങ്ങളുടെ ബോഡി ഒട്ടും ഫിറ്റ് അല്ലെങ്കിൽ വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, കാലിന് മുട്ടിന്റെ ഒപ്പം തന്നെ വെക്കണമെന്നില്ല, കുറച്ചുകൂടി കയറ്റി കുത്തുക. കയറ്റി കുത്തി കഴിഞ്ഞതിന് ശേഷം പതുക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടം വരെ പോയി ഇങ്ങനെ കാലിന് പിടിക്കണമെങ്കിൽ എന്ത് വേണം, വയറിനെ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വലിക്കണം. അപ്പോൾ വയറുള്ളവരാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് എത്രയാണോ പറ്റണമെങ്കിൽ ഇത്ര വയ്ക്കുക. ഫുള്ളായിട്ട് തിരിയാൻ ശ്രമിക്കുക. ഇങ്ങനെ മൊത്തമായിട്ട് തിരിയാൻ ശ്രമിക്കുക. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വയറിന്റെ ഭാഗത്തേക്ക് തിരിച്ചൽ വരികയും ശ്വാസം വിടുമ്പോൾ വയറിന് ഒന്നുകൂടി ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് പതുക്കെ നിങ്ങൾ കാലിനെ ചേർത്ത് കൊണ്ടുവരിക. മുട്ടിന്റെ ഒപ്പം ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. മൊത്തമായിട്ട് തിരിയാൻ ശ്രമിക്കുക. അപ്പോൾ സാധാരണ വയറുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് എങ്ങനെ, ശ്വാസത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കണം. നമ്മൾ ഈ കാല് മടക്കി വെക്കുന്നത് വരെ എന്താണ്, നോർമൽ ബ്രീത്ത് ആണ്. ശ്വാസം എടുക്കലും വിടലും ഒന്നുമില്ല. നോർമൽ ബ്രീത്തിന് കിട്ടിയ ശേഷം നമ്മൾ ഈ ബോഡീനെ മൊത്തമായിട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോൾ എന്തുണ്ടാവുക, ശ്വാസത്തിന് മുഴുവനായിട്ട് വിടുക. ശ്വാസത്തിന് മുഴുവനായിട്ട് വിട്ടുകൊണ്ട് വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം തിരിയാൻ. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. നമ്മൾ കാലം മടക്കി വെച്ചു. കാലം മടക്കി വെച്ചതിന് ശേഷം ഈ കൈ ഇങ്ങനെ ബാക്കിലേക്ക് കുത്തി വെച്ച് ഇങ്ങനെ ചാടണമെന്നില്ല കേട്ടോ. ബോഡി പരമാവധി സ്ട്രൈറ്റ് ആക്കി വെക്കാൻ ശ്രമിക്കുക. വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ കൈ ഫുള്ളായിട്ട് ശ്വാസം മുഴുവനായിട്ട് വിട്ടുകൊണ്ട് തിരിയുക. അപ്പോൾ വയറുള്ളിലേക്ക് വലിയും. ശ്വാസം മുഴുവനായിട്ട് വിടുമ്പോൾ വയറുള്ളിലേക്ക് വലിയ. പതുക്കെ കൈ കാലുമ പിടിക്കുക. കൈ കാലുമ പിടിച്ചതിന് ശേഷം ശ്വാസം മുഴുവനായിട്ട് വിട്ടുകൊണ്ട് തിരിഞ്ഞിരിക്കുക. ഒരു വട്ടം ആസനത്തിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരസുഖാസനം എന്ന് നമ്മൾ പറയും ഒരു ആസനത്തിന്. അപ്പോൾ ശ്വാസം എടുത്തു വിടുമ്പോൾ വയറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. വളരെ ഫ്രീ ആയിട്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുക. ഒരു 10 ടൈംസെങ്കിലും ഇങ്ങനെ ബ്രീത്ത് എടുത്തു വിടുക. ഒരു 10 ടൈംസെങ്കിലും ബ്രീത്ത് എടുത്തു വിടുക. ഓരോ വട്ടം ശ്വാസം എടുത്ത് വിടുമ്പോഴും വയറിനുള്ളിലേക്ക് വലിച്ചു പിടിക്കുക. ഓക്കെ, ഞാൻ പതുക്കെ റിലാക്സ് ചെയ്യുക. ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ മൊത്തമായിട്ട് തിരിയണത്. റിലാക്സ് ചെയ്യും. നിങ്ങൾ ഇത് ഒരു സൈഡിലേക്ക് മാത്രം ചെയ്താൽ പോരാ, 2 സൈഡിലേക്കും ചെയ്യണം. 2 സൈഡിലേക്ക് ചെയ്യുമ്പോൾ പതുക്കെ ഓപ്പോസിറ്റിലേക്കിനെ കുത്തിവയ്ക്കുക. എന്ത് ചെയ്യുക, നമ്മുടെ ഈ ശരീരത്തിന്റെയും കാലിന്റെയും ഇടയിൽ കൂടെ കൈയിനെ പതുക്കി എടുക്കുക. മൊത്തമായിട്ട് തിരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തു വിടുമ്പോൾ വയറിനുള്ളിലേക്ക് വലിച്ചു വിടുക. പതുക്കെ റിലാക്സ് ചെയ്യുക. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തമായിട്ട് തിരിഞ്ഞു പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. കാലിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുക. ഇവിടെ ഇത്തിരി ഗ്യാപ്പ് വന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല. മൊത്തമായിട്ട് തിരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ വക്രാസനം ചെയ്യണത് എങ്ങനെയാണെന്ന് കണ്ടു. വയറുള്ളവർക്കും അല്ലെങ്കിൽ ബിഗിനേഴ്സ് എന്നുള്ള രീതിയിലേക്കും എങ്ങനെയാണ് വക്രാസനം സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അല്ലെങ്കിൽ ഷുഗർ ആയിട്ട് സഫർ ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.